ഇസ്രായേൽ ജയിലിൽ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ വെളിപ്പെടുത്തി മോചിതനായ പലസ്തീൻകാരൻ. 30 വർഷത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാർ പ്രകാരം ഇയാൾ ജയിൽ മോചിതനായത്. പലസ്തീൻ തടവുകാരൻ അലി സാബിഹാണ് ജയിലിൽ നേരിട്ട പീഡനം തുറന്നു പറഞ്ഞത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വ്യാഴാഴ്ചയാണ് സാബിഹ് ജയിൽ മോചിതനായത്. ഇസ്രായേൽ തടവിൽ കഴിഞ്ഞ 30 വർഷവും തന്റെ വിവാഹമോതിരം ഭാര്യയെ വീണ്ടും അണിയിക്കാനാണ് കാത്തിരുന്നതെന്ന് സാബിഹ് പറഞ്ഞു. 30 വർഷത്തോളം വിവാഹമോതിരം സൂക്ഷിച്ചുവെച്ചു. ഈ മോതിരം കളയാൻ വേണ്ടി അവർ എന്നെ ധാരാളം പീഡിപ്പിച്ചു, എന്നെ മർദ്ദിച്ചു. എന്നാൽ വിവാഹമോതിരം കളയാൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും തയ്യാറായില്ലെന്നും സാബിഹ് മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞു. അതിനിടയിൽ വെടിനിർത്തൽ കരാർ അനുസരിച്ചുള്ള 4ാമത് ബന്ദി കൈമാറ്റം പൂർത്തിയായി. ഗസയിൽ നിന്ന് ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ കൈമാറി. ഇസ്രായേലിന്റെ 3 ബന്ദികൾക്ക് പകരം 183 പലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിച്ചത്. ഒഫർ കൽഡറോൺ, യാർഡൻ ബിബസ് എന്നീ ബന്ദികളെ ഖാൻ യൂനിസിലും ഇസ്രായേലി അമേരിക്കൻ പൗരൻ കെയ്റ്റ്സ് സീഗലിനെ ഗസ സിറ്റിയിലെ തുറമുഖത്തുമാണ് ഹമാസ് കൈമാറിയത്. ഇതോടെ ഗസ വെടിനിർത്തൽ പ്രകാരം മൊത്തം 18 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. കരാർ പ്രകാരം 583 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ ഇതിനകം മോചിപ്പിച്ചത്. 8 മാസത്തിന് ശേഷം റഫ അതിർത്തി തുറന്നു. ഇതോടെ വിദഗ്ധ ചികിത്സ തേടി കുട്ടികൾ ഉൾപ്പെടെ 50 പേർ ഗസയ്ക്ക് പുറത്തേക്ക് വന്നു. വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ഈജിപ്തിലേക്കുള്ള അതിർത്തി കവാടമായ റഫ ക്രോസിംഗ് വീണ്ടും തുറന്നത്. അർബുദം ബാധിച്ച 30 കുട്ടികളും പരിക്കേറ്റ 19 പേരും ഒരു സ്ത്രീയും അവരുടെ സഹായികളുമാണ് അതിർത്തി കടന്നത്. കഴിഞ്ഞ മെയ്യിലാണ് ഇസ്രായേൽ റഫ ക്രോസിംഗ് അടച്ചത്. പലസ്തീനിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലൊന്നാണിത്. മാത്രമല്ല പലസ്തീനിലേക്ക് സഹായം എത്തിക്കാനുള്ള പ്രധാന മാർഗവുമാണിത്. ഹമാസുമായുള്ള തുടർ ചർച്ചകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നടത്തൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. വെടിനിർത്തലിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ തിങ്കളാഴ്ച ഔദ്യോഗിക ചർച്ച നടക്കേണ്ടതാണ്. എന്നാൽ ചൊവ്വാഴ്ചയാണ് വാഷിംഗ്ടണിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഹമാസുമായുള്ള തുടർ ചർച്ചകൾ ഇത് കഴിഞ്ഞേ നടക്കൂ. ഇസ്രായേൽ ഹമാസ് ബന്ദി കൈമാറ്റത്തിനിടെ വ്യാഴാഴ്ച നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. വ്യാഴാഴ്ച 3 ഇസ്രായേൽ ബന്ദികളെയും 5 തായ്ലൻഡുകാരെയും ഹമാസ് ഗസയിൽ നിന്ന് മോചിപ്പിച്ചു. ബന്ദികളിൽ ഒരാളെ കൈമാറുന്ന സ്ഥലങ്ങളിലൊന്നിൽ ജനം തടിച്ചുകൂടിയിരുന്നു. ഇതിൽ പ്രകോപിതനായി ഇസ്രായേൽ 110 പലസ്തീൻ തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിച്ചു. 29-കാരിയായ അർബൻ യഹൂദിനെ കൈമാറുമ്പോഴായിരുന്നു ജനക്കൂട്ടം തടിച്ചുകൂടിയത്. സംഘർഷത്തിനിടെയാണ് സായുധ പോരാളികൾ യഹൂദിനെ റെഡ് ക്രോസിന് കൈമാറിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ പലസ്തീൻ തടവുകാരെ കൈമാറുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചു. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽ ബന്ദികളെ കൈമാറുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നും ബന്ദികളെ ദ്രോഹിക്കുന്നവരെ കൊല്ലുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണിപ്പെടുത്തിയത്. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ആഘോഷിക്കുകയോ പതാകയോ ബാനറോ പിടിക്കുകയോ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഡ്രോണുകൾ ഗസയിൽ ലഘുലേഖകൾ വിതറിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ ജനക്കൂട്ട ആഘോഷം ഇനി ഉണ്ടാവില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇനിയുള്ള ബന്ദിമോചനങ്ങളിൽ ബന്ദികളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നു ഉറപ്പാക്കാൻ മധ്യസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി.